മോർണിംഗ്, നമസ്കാരം. ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റിലെ മെമ്പർമാരാണ്. ഞങ്ങൾ ഇന്ന് അതിരാവിലെ ഡൽഹിയിലെ ഈ കൊടും തണുപ്പിൽ വ്യാപാരി വിരുദ്ധ നയങ്ങൾക്കെതിരെ, കേന്ദ്രത്തിന്റെ അവഗണനകൾക്കെതിരെയായിട്ട് ഒരു പാർലമെന്റ് മാർച്ച് നടത്തുകയാണ്. ആ മാർച്ചിന്റെ ഭാഗമായിട്ട് 20ഓളം മെമ്പർമാർ, ഞങ്ങൾ തിരുവമ്പാടിയിലെ 20ഓളം മെമ്പർമാർ ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മാർച്ചിലേക്ക് പുറപ്പെടുകയാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും മാർച്ചിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. ഞങ്ങൾക്കിവിടെ ഒരു ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഇങ്ങോട്ട് പോകാനുള്ളതും. പിന്നെ ഞങ്ങൾ ഈ ധർണ കഴിഞ്ഞാൽ ഞങ്ങൾ നൈനിറ്റാളിലേക്കാണ് പോകുന്നത്. ഏതായാലും ഡൽഹി വരെ വന്നതല്ലേ, നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് എന്തെങ്കിലും ഒരു സ്ഥലം കൂടിയൊക്കെ കണ്ട് അങ്ങനെയാണ് ഞങ്ങളൊക്കെ പോകുന്നത്. അപ്പം ഈ മാർച്ചിന് പാർലമെൻറ്റ് മാർച്ചാണെങ്കിലും ഇത് നടക്കുന്നത് കേരള ഹൗസിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് വണ്ടി ഏതെങ്കിലും സൈഡാക്കി വെക്കും. അപ്പോൾ കണ്ടില്ല, കാണുന്ന വെള്ള ധരിച്ചാണ് കേട്ടോ കേരള ഹൗസ്. ഞാൻ ആദ്യമായിട്ടാണ് കേരള ഹൗസ് കാണുന്നത്. മുമ്പ് ഡൽഹിയിൽ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയെങ്കിലും ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല. അതാ ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നവരാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും കേട്ടോ, വ്ളോഗർ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കും. അങ്ങനെ ഇപ്പം നിൽക്കുന്ന കേരള ഹൗസിൻ്റെ മുമ്പിലാണ്. ഈ മാർച്ച് ധർണയൊക്കെ കുറച്ചും കൂടി അപ്പുറത്തെ സൈഡിലേക്കാണ്, ഒരു ചെറിയ ജാഥയായിട്ട് അങ്ങോട്ട് പോയിട്ടാണ് ചെയ്യുന്നത്. വേറെ മന്ത്രിമാരും ഞങ്ങളെ സംസ്ഥാന പ്രസിഡൻറ്റും അങ്ങനെ ഒരുപാട് നേതാക്കന്മാരൊക്കെ, വലിയ നേതാക്കന്മാരൊക്കെ ഇതിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി അതിനായിട്ട് തയ്യാറാക്കി കുറച്ച് മുമ്പിലേക്ക് നടക്കണം. അവിടേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ മനസ്സിലാവുന്നത് നല്ലോണം കേരളത്തിൽ നിന്നുള്ള എല്ലാ യൂണിറ്റിൽ നിന്നും ഉണ്ടല്ലോ. അപ്പം ഇതെല്ലാ വ്യാപാരികളെയും ബാധിക്കുന്നതായതുകൊണ്ട് എല്ലാ യൂണിറ്റിൽ നിന്നും ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേര്. ഞങ്ങൾ ഒരു 18 പേരുണ്ട്. അതിൽ ഞാൻ ഇവർ വരുന്നതിനേക്കാൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഇവരുടെ കൂടെ പോരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അതായത് ഇന്ന് പുലർച്ചയ്ക്ക്. ഈ രണ്ട് സൈഡിലും കണ്ടില്ലേ, പോലീസിൻ്റെയൊക്കെ വണ്ടികളാണ്, പലതരം വണ്ടികളാട്ടോ. പോലീസ് വണ്ടിയൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്ന എന്തോ വലിയ കച്ചറൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ആരും അങ്ങനെ കച്ചറയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ലോ. ഞങ്ങളൊക്കെ ബുദ്ധിമുട്ട് പറയാൻ വേണ്ടിയാണല്ലോ ഇവിടെ എത്തിയത്. ഓരോ ഭാഗത്തു നിന്ന് വന്നവരും ഓരോരോ സൈഡിലെങ്ങനെ നിൽക്കുകയാണ്. നല്ല വെയിലാട്ടോ. രാവിലെ ഇവിടെ തണുപ്പുള്ളൂ, അത് കഴിഞ്ഞാൽ നല്ല വെയിലാണ്, നല്ല ചൂട് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വിമാനത്തിൽ നിന്ന് പരിചയപ്പെട്ടവരൊക്കെ ഉണ്ട്. അതാ എല്ലാവരും ചെറിയ ജാതിയൊക്കെ ആയിട്ട് ഇതിൽ വന്ന വിശിഷ്ട അതിഥികളൊക്കെയാണ് ഇവർ. അല്ലേ, പല സ്ഥലത്തായിട്ട് ആൾക്കാർ ഇങ്ങനെ ഈ റോഡ് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉപരോധിച്ചു. ഇനി ഈ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആർക്കും പോകാനൊന്നും പറ്റില്ല. ഒരുപാട് നേരമില്ല, ഉച്ച വരെ ഒരു സമയം 12 മണി വരെ. ഞങ്ങളിതാ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വണ്ടി കയറി. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പം തന്നെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഇറങ്ങിയത്. രണ്ടാമത് ഇനി റൂമിലേക്ക് പോകണ്ടല്ലോ. ഒന്നാമത് ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്, നമുക്ക് വിചാരിച്ച പോലെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ കുറച്ചുകൂടി തിരക്ക് ഒക്കെ കുറഞ്ഞ, ഇവിടെയൊക്കെ തിരക്കുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ലാതെ നല്ല ഫുള്ള് കൃഷികളാട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ ഇതൊക്കെ, ഇത് കടുകിൻ്റെ പൂവാട്ടോ. ഇവിടെ കടുക് കൃഷി, പിന്നെ ഗോതമ്പ് അല്ലേ,
ഇവിടെ ഈ കടുക് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടോ, ഗോതമ്പ് കൃഷീൻ്റെ ഇടയിലാണ് വന്നത്. പക്ഷെ ഞാൻ കാണിച്ചു തന്നാണ് ഇത് കടുകിൻ്റെ പൂവാന്നുള്ളത്. രണ്ട് സൈഡിലും ഫുള്ള് കൃഷി ചെയ്യുന്നതാണ്. എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ചപ്പാണ്. ഇത്രയും പച്ചപ്പൊന്നും നമ്മളവിടെ, ഞങ്ങൾ കോഴിക്കോട് തിരുവമ്പാടിയാണല്ലോ, അപ്പം ഇവിടെയൊന്നും അങ്ങനെ ഇത്ര അധികമല്ല. ഇത് ഞങ്ങളെ ബസ്സിലെ ബസ് ഓടിക്കുന്ന ആളൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഞങ്ങൾ മൂപ്പർക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഈ ക്യാബിൻ്റെ ഇവിടേക്ക് വന്നിരുന്നു. മൂപ്പരെ കണ്ടാൽ നമ്മൾ ശരിക്കും ഉറങ്ങുകയാണോ എന്നൊക്കെ തോന്നും. പക്ഷെ ഉറങ്ങുന്നല്ല, എന്നാലും അങ്ങനെ ഇവിടുന്ന് അന്താക്ഷരിയൊക്കെ കളിച്ച് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കിളി ഉണ്ടായിരുന്നു കേട്ടോ. കിളീനെ ഞങ്ങൾ ബാക്കിലിരുത്തി പിന്നെ ഞങ്ങളിവിടെ വന്നിരുന്നതാണ്. അതിതാ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോ സിറ്റികൾ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലേക്കാണ് പോകുന്നത്. കുറച്ച് ദൂരം ഓടാനുണ്ട്. ഞങ്ങൾ ആ സമയത്ത് തന്നെ പോന്നിട്ട് കുറച്ചധികം ഓടാനുണ്ടല്ലോ. അതാ കുറച്ചുകൂടി ഇരുടായൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ ഇങ്ങോട്ട് അടുക്കുന്തോറും കുറച്ച് തണുപ്പുമായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ പിന്നെ നമ്മളെ ഇവിടെ കണ്ടാൽ നമുക്ക് തോന്നുന്നൊരു നമ്മളെ മുത്തങ്ങ പോലെയൊക്കെ തോന്നില്ലേ. ഇത് അങ്ങോട്ട് ബോർഡർ കിടക്കുന്നതിൻ്റെ ഒരു ഇതാണ് ചെക്കിങ്. ഇതിന് വലിയ ചെക്കിങ്ങൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നൈനിറ്റാളിലേക്ക് വേണ്ടി അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്ക് അത്യാവശ്യം തണുപ്പായി. ഇതല്ല ഇവിടുത്തെ ഈ പോസ്റ്റൊക്കെ ഉണ്ടോ, നല്ല രസമല്ലേ. ലൈറ്റ് ഇങ്ങോട്ട് നമ്മളെ ദേശീയ പതാകൻ്റെ ആ കളറിലാണ് ഇതിലൊക്കെ ലൈറ്റുകളുണ്ട്. അങ്ങനെ ഇതാ 28 കിലോമീറ്ററാണ് നൈനിറ്റാളിലേക്ക് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞങ്ങളിതാ അവിടെ ബസ് ഞങ്ങളവിടെ ഇറക്കിയിട്ട് ഇനി ചെറിയ വണ്ടിയിലാണ് അങ്ങോട്ട് പോവുക. ഞങ്ങൾ താമസിക്കുന്നിടത്തിലേക്കൊന്നും അങ്ങനെ ഈ വലിയ വണ്ടിയൊന്നും പോകില്ല. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും കൂടെ ചെറിയ നല്ല തണുപ്പുണ്ട് കേട്ടോ. എല്ലാവരും കോട്ടൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങളെ ഇന്നത്തെ ദിവസം ഏകദേശം ഇവിടെ കഴിയാണ്. ഞങ്ങൾ ഫുഡും കഴിച്ച് ഇന്ന് എവിടെയും പോകുന്നൊന്നുമില്ല. അപ്പം നാളെ രാവിലെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നൈനിറ്റാൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ.